വമ്പന്മാരെ മുട്ടുകുത്തിച്ച് അവരുടെ കൊമ്പൊടിച്ച് കളഞ്ഞ ചില വമ്പന്മാരും വമ്പത്തികളുടെയും വിജയം ഈ ഇലക്ഷനിൽ ശ്രദ്ധേയമാണ്. എലത്തൂരിൽ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വൃദ്ധനായ മനുഷ്യനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. പലതവണ കഴുത്തിന് പിടിയും അടിയും ഒക്കെ കഴിഞ്ഞാണ് AK ശശീന്ദ്രനെ എലത്തൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. തുറന്ന ജീപ്പിൽ നിൽക്കുമ്പോൾ അപ്പുറവും ഇപ്പുറവും രണ്ടുപേർ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ നിലമ്പാട് മറിഞ്ഞു വീണുപോകും. മന്ത്രിയായിരുന്നിട്ട് യാതൊരുവിധമായ ഗുണമുണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, പൂച്ചക്കുട്ടി സംഭവത്തോടെ കേരളം മുഴുവൻ അറിഞ്ഞൊരാൾ കൂടിയാണ്. എന്നിട്ടും പിണറായി സഖാവിന് ഇഷ്ടമായതുകൊണ്ട് വീണ്ടും സീറ്റ് അങ്ങോട്ട് കൊടുക്കുന്നു എന്ന പതിവ് ആവർത്തിക്കുകയായിരുന്നു. ഒപ്പം മെച്ചപ്പെട്ട മന്ത്രിസ്ഥാനവും ഇടതുമുന്നണിയിൽ ശശീന്ദ്രന് കൊടുത്തു. എന്നിട്ടാണ് ശക്തമായ ഇടതു വേരോട്ടമുള്ള, നാളിതുവരെ മറ്റൊരു പാർട്ടിക്കാരും ജയിച്ചിട്ടില്ലാത്ത എലത്തൂരിൽ കൊണ്ടുവന്ന് ഇറക്കിയത്. വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പുതുമുഖ വനിതാ കോൺഗ്രസ് നേതാവ് പരാജയപ്പെടുത്തിയത് 12,160 വോട്ടിനാണ്. കയ്യബദ്ധത്തിനോ ചില്ലറ വോട്ടിനോ ഒന്നുമല്ല, 12,160 വോട്ടിന്. സത്യത്തിൽ കേരളം ഞെട്ടിയ തിരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ ഒന്നാണ് കന്നി മത്സരത്തിനിറങ്ങിയ വിദ്യാ ബാലകൃഷ്ണൻ ഈ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ മറ്റാരും ജയിക്കാത്ത, നമ്മൾ സാധാരണ ഈ അരിയിലൊക്കെ കുത്തരിയും പുഴുക്കരിയും ഒക്കെ പറക്കിക്കളയുന്നത് പോലെ മാത്രം മറ്റു പാർട്ടികൾ വോട്ടുള്ള മണ്ഡലത്തിൽ ഇത്ര ശക്തമായ വിജയം നേടിയത്. രണ്ടാമതായി ഈ വമ്പ് കാണിച്ച് കൊമ്പൊടിച്ച് താഴെയിട്ട പ്രമുഖരിൽ ഒരാളാണ് സാക്ഷാൽ വീണ ജോർജ് മാഡം. വീണ ജോർജ് മാഡം കപ്പിത്താനെ കുപ്പിയിലാക്കിയ പ്രസ്താവനകളൊക്കെ ഇറക്കി കത്തിജ്വലിച്ച് നിന്ന് ഒരു കാലത്ത് എല്ലാം വിലയിരുത്തിയ മാധ്യമ ജഡ്ജായി പ്രവർത്തിച്ച ശേഷം പിന്നീട് അധികാരസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഒരു സവിശേഷ ജീവിയായി മാറുന്നതാണ് കേരളം കണ്ടത്. അതിൻ്റെ പൂർണ്ണതയുടെ പ്രകടനമായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ പിടലി ഒടിക്കൽ നാടകം. കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയുമാണ് നിമിഷങ്ങളുടെ അഭിനയം കൊണ്ട് സാക്ഷാൽ ഈ പറയുന്ന വീണ ജോർജ് മാഡം ഞെട്ടിച്ചത്. അവരത് ഞെട്ടിച്ചതിരിക്കട്ടെ, അതിനെ തുടർന്ന് കേരളം മുഴുവൻ പ്രകടനങ്ങൾ, അവരെ വധശ്രമത്തിന് കേസെടുക്കുന്നു, ആയുധം ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നു, സാക്ഷാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പെടലി പിടിച്ചൊടിച്ച് കൈകൾ തിരിച്ചൊടിച്ച് എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കിയിരുന്നു. അതെല്ലാം ഒരു അപമാനമായി കണ്ട ആറന്മുളക്കാർ അബിൻ വർക്കി എന്ന പുതിയ ചെറുപ്പക്കാരൻ പരാജയപ്പെടുത്തിയത് ഏതാണ്ട് 17,000 വോട്ടുകൾക്കാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വന്തം തട്ടകത്തിൽ അങ്ങനെ കൊമ്പുകുത്തി വീണു എന്നതാണ് സത്യം. മറ്റൊരു ഞെട്ടിച്ച വിജയമാണ് മുഹമ്മദ് സുധീർ ഷാ എന്ന് പറയുന്ന സുധീർ ഷാ പാലോട് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വിജയം. വാമനപുരമൊന്നും ഒരു കാലത്തും UDFന് നോക്കാൻ കഴിയുന്നതേയല്ല. ജാതി മത സാമൂഹിക സമവാക്യങ്ങളൊന്നും സുധീർ ഷയ്ക്ക് ചേരുകയുമില്ല. ഏതാണ്ട് അരനൂറ്റാണ്ടായി 1977 മുതൽ അവിടെ വിജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. കണ്ണൂരിലെ ചില മണ്ഡലങ്ങൾ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണത്. അവിടെ കന്നി അംഗത്തിനെത്തിയതാണ് മുഹമ്മദ് സുധീർ ഷാ. ഈ മുഹമ്മദ് സുധീർ ഷാ ആണ് ആദ്യം മുതൽ ട്രെൻഡ് നിലനിർത്തുകയും അവസാനം കൊമ്പ് കുത്തിച്ച് DK മുരളി എന്ന് പറയുന്ന വളരെ കരുത്തുറ്റ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ താഴെയിട്ടത്. അത് മറ്റൊരു ചരിത്രമാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്നാണ് വാസവൻ മന്ത്രി കേരളത്തിലെ നിയമസഭയിലേക്ക് എത്തുന്നത്. വാസവൻ മന്ത്രി വളരെ പ്രസിദ്ധനാണ്. പല സന്ദർഭങ്ങളിലും ട്രബിൾ ഷൂട്ടറായും പാലയിലെ അരമനയുടെ വിഷയത്തിലൊക്കെ ചർച്ചയ്ക്കുമൊക്കെ പോയി നിന്ന കരുത്തനായ ആൾ. സംഭാഷണവും അതിൻ്റെ ശൈലിയുമൊക്കെ വളരെ ചിട്ടയായി രൂപപ്പെടുത്തിയ ഒരാൾ. അത്രമേൽ കരുത്തനായ ഒരാളിനെ എതിരിടാനായി നിയോഗിച്ചത് നാട്ടകം സുരേഷ് എന്ന DCC പ്രസിഡൻറ്റിനെ ആയിരുന്നു. സാധാരണ അവിടുത്തെ സമവാക്യങ്ങളിൽ ഇത്രയും കരുത്തനായ ഒരാളിനെ തെള്ളിയിടുന്നത് എളുപ്പമാണോ എന്ന് വിചാരിച്ചെങ്കിൽ ഈ പറഞ്ഞ നാട്ടകം സുരേഷ് വളരെ നിസ്സാരമായാണ് ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയത്. അത് മറ്റൊരു കന്നിക്കാരൻ്റെ കുത്തിമറിക്കലും കൊമ്പുകുത്തിക്കലുമായി ഏറെ ശ്രദ്ധേയമായി. കളമശ്ശേരി മണ്ഡലം ജാതിമത സാമൂഹ്യ സമവാക്യങ്ങളിൽ പലപ്പോഴും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് അപ്രാപ്യമാണ് എന്നാണ് കരുതിയിരുന്നത്. അവിടെ സവിശേഷമായ
ഇബ്രാഹിം കുഞ്ഞ് ഫാക്ടറാണ് പ്രവർത്തിച്ചതെന്നൊക്കെ എല്ലാവരും പറയുകയും ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏതാണ്ട് 2 ഡസനിലധികം സാഹിത്യ നായകന്മാർ, ബെന്യാമിൻ അടക്കം, എഴുത്തുകാരടക്കം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ ബുദ്ധിജീവിയും നാളുകളിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമൊക്കെയായി പ്രഖ്യാപിക്കപ്പെട്ട വളരെ കരുത്തനായ രാജ്യസഭാംഗമൊക്കെ ആയിരുന്ന പി രാജീവിനെതിരെ അബ്ദുൽ ഗഫൂർ മത്സരിക്കുമ്പോൾ തോൽവി ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പലരും കരുതിയത്. പക്ഷെ പിന്നീട് കണ്ടത് സമാനതകളില്ലാത്ത വോട്ടർമാരുടെ ഒരു സമീപനത്തിലുണ്ടായ മാറ്റമാണ്. അതിൻ്റെ ഫലമായി 16,312 വോട്ടുകൾക്ക് അബ്ദുൽ ഗഫൂർ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നത്തെ ചരിത്രം മലപ്പുറം സുൽത്താൻ എന്ന പേരിൽ പേരിട്ട് കൊടുത്തവരെയെല്ലാം പിന്നീട് തിരിഞ്ഞുകുത്തിയ കെ ടി ജലീലിൻ്റെ പതനമാണ്. കെ ടി ജലീലിൻ്റെ വർത്തമാനവും ആ രീതിയും ഒക്കെ കേട്ടാൽ എന്തോരു തരം വെല്ലുവിളിയാണ്. എന്നെങ്കിലും എന്തെങ്കിലും വൈരാഗ്യമുള്ള ആളുകളുടെ പിന്നാലെ സൈക്കിളും എടുത്ത് സഞ്ചരിച്ച് അവരെ ഈ ഭൂമുഖത്തുനിന്ന് തീർത്തേ അടങ്ങൂ എന്ന് വാശിയുള്ള സവിശേഷമായ ഒരു വിശ്വാസത്തിൻ്റെ ആളാണ് കെ ടി ജലീൽ. അദ്ദേഹത്തെ എതിർക്കാൻ വന്നത് വി എസ് ജോയി എന്ന് പറയുന്ന ഒരു കന്നിക്കാരനാണ്. DCC പ്രസിഡൻ്റ് ആണെങ്കിലും ജോയിക്ക് ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് സവിശേഷമായ ബന്ധങ്ങളൊന്നുമില്ല. UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ബന്ധമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പലപ്പോഴും ലീഗ് വിട്ടെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോൾ കൗമിൻ്റെ പ്രയോഗങ്ങളൊക്കെ ഒരു പരുവത്തിന് നടത്തി ലീഗുകാരും സമസ്തക്കാരുമൊക്കെ സഹായിച്ചാണ് അദ്ദേഹം രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ സാദുക്കലി തങ്ങളെത്തി ലീഗിന് സ്ഥാനാർത്ഥികൾ 27 അല്ല 28 ഉണ്ടെന്നും 28ാമത്തേത് വി എസ് ജോയി ആണെന്നും പറഞ്ഞ് മത്സരരംഗത്തേക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടു. ജലീലിൻ്റെ വെല്ലുവിളികളും ജലീലിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും എല്ലാം കണ്ട തവന്നൂരുകാർ ഒറ്റക്കെട്ടായി വി എസ് ജോയിയോടൊപ്പം നിന്നപ്പോൾ ഒരു ഞെരുക്കവും കുലുക്കവും ഇല്ലാതെ 17,000 വോട്ടുകൾക്കാണ് വി എസ് ജോയി തവന്നൂരിൽ നിന്ന് കടന്നു കയറിയത്. അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ കൊമ്പുകുത്തിക്കലാണ് കടകംപള്ളിയുടേത്. കടകംപള്ളി സുരേന്ദ്രൻ എന്തെല്ലാം വിവാദങ്ങളുണ്ടായാലും ജയിക്കാനുള്ള ഒരു രസക്കൂട്ടുണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണെന്ന പ്രഖ്യാപനവും മുഖവുരയുമായിരുന്നു സുരേന്ദ്രൻ്റെ മുഖമുദ്ര. പണ്ട് മണിച്ചൻ കേസ് മുതൽ നിരവധി കേസുകളിൽ ആരോപണങ്ങളും വാർത്തകളുമൊക്കെ വന്നിരുന്നെങ്കിലും അതിനെയെല്ലാം സുരേന്ദ്രൻ അതിജീവിക്കുകയും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തവണയും സുരേന്ദ്രൻ എങ്ങനെയെങ്കിലും ഊരിയെടുക്കും എന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. എന്നാൽ വി മുരളീധരൻ അദ്ദേഹത്തെ കൊമ്പുകുത്തിച്ചു. കുറച്ച് വോട്ടുകൾക്കാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ കാലത്ത് ഈ റിട്ടയർ ആയിക്കഴിഞ്ഞും മറ്റുമൊക്കെ രംഗത്തെത്തി പരമവിദ്വേഷം പറയുന്ന പല വിദ്വേഷികളെയും വെച്ച് നോക്കുമ്പോൾ മുരളീധരൻ താരതമ്യേന ഭേദമാണ്. അദ്ദേഹത്തെ സമീപിക്കുന്ന ആളുകളോട് ഈ ജാതി മത വർഗീയ വംശീയ ചിന്തകളൊന്നുമില്ലാതെ പലപ്പോഴും സഹായിക്കുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുമുണ്ട്. ഏതായാലും മുരളീധരനാണ് കടകംപള്ളിയുടെ ആപ്പീസ് പൂട്ടിച്ചത്. ഇനി ഒരാളുണ്ടായിരുന്നു ഇങ്ങ് പത്തനാപുരത്ത്. എന്തൊക്കെ വന്നാലും പത്തനാപുരത്തുകാർ എന്നെ വിടില്ലെന്നൊരു അഹങ്കാരത്തോടെയും അഭിനയത്തോടെയും 2-3 ചാനലുകളുമായൊക്കെ കൊണ്ടു നടന്ന് കസറിയ വളരെ കൊസറനായ നേതാവ് സാക്ഷാൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിന് വിജയമെന്നത് ഒരു അഹങ്കാരവും ലഹരിയും എല്ലാമായിരുന്നു. MLA എന്നുള്ള നിലയിൽ ജനപ്രതിനിധിയേക്കാൾ കൂടുതൽ ഉപജാപകങ്ങളുടെ രാജകുമാരനായിട്ടാണ് പുള്ളി അറിയപ്പെട്ടിരുന്നത്. സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ പല സന്ദർഭങ്ങളിലും ടാർഗറ്റ് ചെയ്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ആ കുടുംബം പോലും പിന്നീട് സങ്കടത്തോടെ വന്ന് പ്രചാരണ വേദിയിൽ പറയപ്പെട്ട ഒരാൾ. എന്ത് ചെയ്താലും ഗണേഷ് കുമാറാണോ അവിടെ ജയിച്ചിരിക്കും എന്ന് വിശ്വസിച്ച ഒരുപാട് നിരപരാധികളും ഉണ്ടായിരുന്നു. ചാമക്കാലയ്ക്ക് ഗണേഷ് കുമാറിനെ പോലെ വലിയ അഭിനയമൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ സംസാരഭാവങ്ങളിലും വികാരപ്രകടനങ്ങളിലുമൊന്നും വലിയ പോളിഷ്നെസ് ഒന്നും കാണാൻ പറ്റില്ല. ചാനലുകളെ ഒപ്പം നിർത്തി ഫോൺ ചെയ്ത് ഉദ്യോഗസ്ഥരെ വരട്ടുന്ന ഡയലോഗുകളും ജ്യോതികുമാറിന് വശമില്ല. പക്ഷേ ജ്യോതികുമാർ ആ മണ്ഡലത്തിൽ നിന്ന് വളരെ കൃത്യമായി പ്രവർത്തിച്ച് ആ പ്രചാരണ വേലയുടെ ഫോക്കസ് എന്തൊക്കെയായിരിക്കണമെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കിയപ്പോൾ ബഹുമാന്യനായ ഗണേഷ് കുമാർ സാറ് അവസാന ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ കലാവിലാസങ്ങൾ പിടിക്കപ്പെട്ടതോടുകൂടി പ്രതിരോധത്തിലായെങ്കിലും ഗണേഷ് കുമാർ കലകളുടെ തമ്പുരാനാണെന്നും കലാവിലാസങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ഗണേഷ് കുമാർ എന്തെന്നുമൊക്കെ അനുയായികൾ പാടി പറഞ്ഞെങ്കിലും ഏറ്റവും ഒടുവിൽ എല്ലാവരും കൂടി ചേർന്ന് പത്തനാപുരത്ത് കുത്തിമറിച്ചു. അങ്ങനെ ജ്യോതികുമാർ ചാമക്കാല 8,310 വോട്ടുകൾക്ക് അവിടെ നിന്ന് വിജയിച്ചു.
പിന്നൊരു ശ്രദ്ധേയമായ വിജയം സന്ദീപ് വാര്യരുടേതാണ്. സന്ദീപ് വാര്യർ BJPയുടെ ഒരു കടുത്ത നാവിൽ നിന്നും അദ്ദേഹം UDF കോൺഗ്രസ് പാളയത്തിലേക്ക് വന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ്. അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, വന്നപ്പോൾ അവിടെ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ശക്തമായി ജനാധിപത്യ ചേരിയിൽ അദ്ദേഹം നിലയുറപ്പിച്ചു. ധാരാളം മനുഷ്യർ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ, മുസ്ലിം ലീഗുകാർ എല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അദ്ദേഹം പല മണ്ഡലങ്ങളും ആഗ്രഹിച്ചെങ്കിലും ഒടുവിൽ കിട്ടിയത് തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂരൊന്നും ഒരു വിജയം സ്വപ്നം കാണാൻ കഴിയുന്ന മണ്ഡലങ്ങളായിരുന്നില്ല. എന്നാൽ സന്ദീപ് വാര്യർ എന്നതൊരു പേരല്ല, ഒരു സംസ്കാരത്തിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞ് അബ്ദുസ്സമദ് സമദാനി അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടിക്ക് അങ്ങോട്ട് തുടക്കം കുറിച്ചു. അവിടെ മത്സരിച്ചത് ഡോക്ടർ VPP മുസ്തഫ എന്ന മനുഷ്യനാണ്. തൃക്കരിപ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ മാറി. മുസ്തഫയുടെ പേര് നോക്കി ആരെങ്കിലും വോട്ട് ചെയ്യുമെന്ന് കരുതിയവർക്ക് തെറ്റി. സന്ദീപ് വാര്യരെ സവിശേഷമായ ചില കാരണങ്ങൾ കൊണ്ട് ചില സമുദായക്കാർ കൈവിട്ട് കളയുമെന്ന് വിചാരിച്ചതും തെറ്റി. എല്ലാവരും കൂടി ഒരുമിച്ചിറങ്ങി നിന്ന് വോട്ട് ചെയ്തപ്പോൾ അസാധ്യമായ ഒരു മണ്ഡലം സന്ദീപ് വാര്യർ പിടിച്ചെടുത്തു. അത് ഒരു മികച്ച വിജയമായി മാറി. TP രാമകൃഷ്ണൻ എന്ന ആൾ വളരെ സ്വീകാര്യനായ ഒരു കമ്മ്യൂണിസ്റ്റാണ്, കരുത്തനാണ്. അദ്ദേഹത്തിനെ എതിർക്കാനായി ഫാത്തിമ തഹ്ലിയ എന്ന പെൺകുട്ടിയെ ഇറക്കുമ്പോൾ പേരാമ്പ്രയിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ആരും കരുതിയില്ല. രാമകൃഷ്ണേട്ടന് ഒന്നും സംഭവിക്കില്ല എന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. പക്ഷേ പേരാമ്പ്രയിലെ മനസ്സിൽ ചില ധാർഷ്ട്യങ്ങളുടെ കണക്കുകൾ ബാക്കിയുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ എന്ന ഒരു ജനകീയ MPയെ അടിച്ച് മൂക്കിലൂടെ ചോര വരുത്തിയപ്പോൾ ആ അടിച്ച ആളിനെതിരെ എന്തെങ്കിലും ഒരു നടപടി പേരിനെങ്കിലും എടുക്കുന്നതിന് പകരം അടി കൊണ്ടു വീണവനെ പരിഹസിക്കുകയായിരുന്നു ഒത്തിരി. അത് പരിഹസിക്കുന്നത് ഒന്നും രണ്ടും പേരല്ല, എല്ലാവരും. ആ പരിഹാസത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവിടുത്തെ ജനങ്ങളൊക്കെയും ഫാത്തിമ തഹ്ലിയ എത്തിയപ്പോൾ ഡിറ്റർമൈൻഡായിട്ട് വോട്ട് ചെയ്തു. കൗമിൻ്റെ മോളാണെന്ന പ്രചരണം പോലും ഏശിയില്ല. ഒടുവിൽ TP രാമകൃഷ്ണൻ എന്ന കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കന്നിക്കാരിയായ ഫാത്തിമ തഹ്ലിയ ഇലക്ഷൻ ഗോതയിൽ കൊമ്പ് കുത്തിച്ചു. ഇതുപോലെ തന്നെ വിജയം നേടിയ ഒരാൾ കൂടിയുണ്ട്. അതും വേറെ ആരുമല്ല, മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിനിരയായ AD തോമസ്. ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ യൂത്ത് രാഷ്ട്രീയം മുതൽ മുനിസിപ്പൽ കൗൺസിലർ മുതൽ എല്ലാ മേഖലയിലും വ്യാപിച്ചു നിന്ന, ഒരുപക്ഷെ രാഷ്ട്രീയത്തിലെ എല്ലാ പണികളും അറിയാവുന്ന PP ചിത്തരഞ്ജൻ എന്ന നേതാവാണ് എതിർവശത്ത്. പല മുൻ MPമാരും പ്രമുഖരും ഒക്കെ ഏറ്റുമുട്ടിയിട്ടും അവിടെ കോൺഗ്രസ്സിന് വിജയിക്കാനായിരുന്നില്ല. എന്നാൽ ആ മണ്ഡലത്തിലേക്ക് AD തോമസിനെ നിയോഗിച്ചു. ഒരു ഞൂഴൽ പോലെ എന്നൊക്കെ പറഞ്ഞാൽ സത്യമാണ്. ഓടി നടന്ന് പ്രവർത്തിച്ച് ഒടുവിൽ എല്ലാ ജനങ്ങളും കൂടി വോട്ട് ചെയ്ത് രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ അതേ നേതാവ് ഉൾക്കൊള്ളുന്ന സഭയിലേക്ക് ജനപ്രതിനിധിയായി AD തോമസും പോവുകയാണ്. അതാണ് മറ്റൊരു തിളക്കമുള്ള വിജയം. ഇത് ഞാൻ കണ്ട സവിശേഷമായ മത്സരങ്ങളുടെ വിജയങ്ങളാണ് പറഞ്ഞത്. ഇനിയും ഉണ്ടാകാം പലതും. പക്ഷേ കന്നിക്കാരായി ഇറങ്ങി അപ്രതീക്ഷിത വിജയം നേടിയവരാണ് ഈ പറഞ്ഞവരെല്ലാവരും.